നമസ്കാരം മക്കളെ, ഇന്ന് തയ്യാറാക്കിയിരിക്കുന്ന ഒരു പച്ചടി റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ അടുപ്പിൽ വെച്ച് വേവിക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ഹെൽത്തി പച്ചടിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തൈരുണ്ടെങ്കിൽ 2 സവാള ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതേ രീതിയിൽ ചോറ് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എരിവിനായിട്ട് കാന്താരിമുളകാണ്, 2 പൾപ്പുള്ള 2 പഴുത്ത തക്കാളി, പിന്നെ 2 നല്ല ഫ്രഷ് ആയിട്ടുള്ള സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നീരുള്ള സവാള. ഇതിലേക്ക് ചേർക്കാനായിട്ടൊരു 250 ഗ്രാം കണക്കാക്കി നല്ല പുളി കുറഞ്ഞ കട്ട തൈരാണ്. നമ്മൾ ഒഴിച്ചപ്പോൾ ഇത് ഉടഞ്ഞു പോയതാണ് കേട്ടോ, കട്ട തൈരാന്ന് പറഞ്ഞെങ്കിലും. അപ്പം ഇത് ഇപ്പം നമ്മൾ ഇതേ രീതിയിൽ ഇങ്ങനെ ഡിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഇത് ഉടച്ചെടുക്കണം. നമ്മൾ മിക്സിക്കകത്തിട്ട് അടിക്കരുത്, അടിച്ചാലിത് വെള്ളമായി പോകും കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം അടിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ചേർക്കാനായിട്ട് സവാള നമ്മളിത് അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ മുഖഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ വട്ടം അരിയുന്നത് പോലെ തന്നെ വേണം ഇത് 2ആയിട്ട് പിളർന്നിട്ട് കട്ട് ചെയ്യാനായിട്ട്. കണ്ടില്ലേ, അപ്പോഴാണ് ഇതിൻ്റെ നല്ലതായിട്ട് ഇതിനകത്ത് നമുക്ക് ഇത് ഞെരടി ഇതിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ട്. ജ്യൂസ് വരത്തക്ക രീതിയിൽ നമ്മൾ ഞെരടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേ രീതിയിൽ വിതത്തിട്ട് നല്ലതായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ അരിഞ്ഞാലേ അത് നല്ല രീതിയിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ഈ സവാളയെല്ലാം ഇങ്ങനെ ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ വിതിർത്തിയെല്ലാം ഇടുന്നുണ്ട്. ഒന്നിൽ തൊടാതിടുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്താൽ ഇങ്ങനെ ഒന്നിൽ തൊടാതെ നമുക്ക് എടുത്തിടാൻ നല്ല കഷ്ണം പോലെ കിടക്കത്തുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇനി നമ്മൾ ഇതൊന്ന് ഒന്നുകൂടെ വിതിർത്ത് ഒക്കെ ഇട്ടിട്ട് നമ്മൾ തക്കാളി ഇതിനകത്തിട്ട് അരിഞ്ഞിട്ട് തക്കാളി അതുപോലെ തന്നെ മുഖഭാവം കട്ട് ചെയ്തിട്ട് നമ്മൾ നീളത്തിൽ ഇതേ രീതിയിൽ കട്ട് ചെയ്യണം. അതാണ് നമുക്ക് ഈ കറിയുടെ രീതി. അപ്പോൾ ഇതേ രീതിയിൽ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. നല്ല ജ്യൂസുള്ള നല്ല പൾപ്പുള്ള തക്കാളിയാണ് ഇതിന് ആവശ്യം കേട്ടോ. ഇതിപ്പം പൾപ്പുള്ളതാണ് എങ്കിലും അധികം പൾപ്പില്ല. അപ്പോൾ നമ്മൾ പൾപ്പുള്ള തക്കാളി തിരഞ്ഞെടുക്കണം ഇതിനായിട്ട് എടുക്കുമ്പോൾ. അപ്പോഴിതങ്ങ് ഉടഞ്ഞങ്ങ് പോവില്ല. അപ്പോൾ ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ കാന്താരിമുളക് നമ്മളിൻ്റെ ആകെ ഒന്ന് പോറിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഞെരടുമ്പം ഇതിൻ്റെ എരിവൊന്നും കിട്ടത്തില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാകുമ്പോൾ നമ്മൾ അധികം കാന്താരിമുളക് ചേർക്കണ്ട കേട്ടോ. ഇതിപ്പോൾ നല്ല ടേസ്റ്റാണല്ലോ, കാന്താരിമുളക് എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ മുഖഭാഗം എല്ലാം കട്ട് ചെയ്തെടുത്ത് നമ്മൾ കാന്താരിമുളകും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാന്താരിമുളകും ചേർത്ത് കൊടുത്തിട്ട് 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത്, നല്ല ഫ്രഷ് കറിവേപ്പില 2 or 3 എത്ര ചേർത്താലും നല്ല ഫ്ലേവറാണ്. അതും ചേർത്ത് കൊടുത്ത് നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതിൻ്റെ നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഞെരടണം. അപ്പം ഞെരടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ സവാള ഇങ്ങനെ കിടക്കുന്നുണ്ട്, നമുക്ക് ഞെരടി പൊട്ടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അത് ഞെരടി പൊട്ടിച്ച് ഇതിൻ്റെ ചാറിറങ്ങത്തക്ക രീതിയിൽ നമ്മൾ ഞെവടി പൊട്ടിക്കണം കേട്ടോ. ഞങ്ങളിവിടെ ഞെരടുന്നെന്നാണ് പറയുന്നത്, വടക്കോട്ടൊക്കെ ഇതിന് തിരുമെന്ന് പറയും കേട്ടോ. നമ്മളിതുപോലെ ഞെരടി പൊട്ടിക്കുമ്പോൾ നമ്മുടെ തക്കാളിക്കകത്ത് ഞാൻ പറഞ്ഞു അതിൻ്റെ ജ്യൂസും ഇറങ്ങും. നാടൻ തക്കാളി ആകുമ്പം ഭയങ്കര വെള്ളമാണല്ലോ. അപ്പം നമ്മൾ പൾപ്പുള്ള തക്കാളി ആകുമ്പം ഇങ്ങനെ അതേപോലെ തന്നെ കിടക്കുകയും ചെയ്യും, അതിൻ്റെ ജ്യൂസ് ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ നല്ലതുപോലെ ഈ ഞെരടിലാണ് കാര്യം ഇരിക്കുന്നത് കേട്ടോ. ഞെരടി നല്ലതുപോലെ ഇപ്പോൾ അതിൻ്റെ നമ്മുടെ പച്ചമുളകിനകത്ത് എരിവും ഇറങ്ങി സവാളയ്ക്കകത്ത് ആ ജ്യൂസ് ഇറങ്ങി വന്നു കഴിയുമ്പം നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ കണ്ടിട്ടില്ലേ ഈ സദ്യക്കൊക്കെ ഈ സവാളയും തക്കാളിയെല്ലാം ഞെരടി അവർ ഉണ്ടാക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. അത് പച്ചടിയല്ല, ഇത് പച്ചടി നമ്മളിതിന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഞെരടി ഇതിൻ്റെ ജ്യൂസെല്ലാം നമ്മൾ നല്ലതായിട്ട് ഞെരടണം കേട്ടോ. നല്ലതായിട്ട് കാണാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അറിയാം, ഇതെല്ലാവർക്കും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ, ബിരിയാണിയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണല്ലോ, അറിയാമല്ലോ എല്ലാവർക്കും. കണ്ടില്ലേ, ജ്യൂസെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമുക്കിനി തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എന്താണ്ട് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. തൈര് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ സവാളയ്ക്കകത്തുള്ള അതേ ടച്ച് ചെയ്ത് നമ്മുടെ ഈ തൈരങ്ങ് ലൂസായിക്കോളും കേട്ടോ. നമുക്ക് കട്ടകട്ടയായിട്ടൊന്നും കിടക്കില്ല. ഇങ്ങനെ തന്നെ വെള്ളം ഒന്നും നമ്മൾ ചേർക്കില്ലല്ലോ, വെള്ളം ഒട്ടുമേ ചേർക്കാൻ പാടില്ല, അന്നെങ്കിൽ അതിൻ്റെ നല്ല കറക്റ്റ് പെർഫെക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ പിന്നെ നമ്മളിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൂട്ടി ഇളക്കിയിട്ട് ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ഉപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ടെല്ലാം എല്ലാം മൊത്തത്തിൽ കൂട്ടിപ്പരട്ടി എടുക്കണം. എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് നമുക്കിതിനകത്ത് ഇനി ഒരു താളിപ്പാണ്. അതാണ് ഈ പച്ചടിയുടെ പ്രത്യേകത. പച്ചടിക്ക് നമ്മൾ സാധാരണ കടുക് പൊട്ടിച്ചിടുമല്ലോ, പച്ചയ്ക്ക് ചതച്ചിടുമല്ലോ, അങ്ങനെ ചെയ്യില്ല ഇതിനകത്ത് കേട്ടോ. ഇതിന് തേങ്ങ നമ്മൾ ചേർക്കുന്നില്ല, അതുകൊണ്ട്. പിന്നെ ചട്ടി ചൂടായ എണ്ണയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച്, എന്നിട്ട് നമ്മളിതിനകത്ത് പ്രത്യേകത 2-3-4 ഉള്ളി വട്ടം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ പ്രത്യേകത. മണവും ഫ്ലേവറും ഒക്കെ കേൾക്കുമ്പം കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് മൂത്ത് വരണമെങ്കിലാണ് ഇതിൻ്റെ മണവും
ടേസ്റ്റും ഒക്കെ നമുക്ക് നന്നായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് മൊരിച്ച് മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമ്മളൊരു 1/4 ടീസ്പൂൺ നമ്മുടെ നല്ല ജീരകം, ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മണവും അങ്ങനെയാണല്ലോ നമ്മൾ പച്ചടിക്ക് ചേർക്കുമല്ലോ. പിന്നെ 2-3-4 വറ്റൽമുളകും ചേർത്ത് പിന്നെ വീണ്ടും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് കൂട്ടി യോജിപ്പിച്ച് മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടേസ്റ്റിൻ്റെ പ്രത്യേകതയാണിത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് മൂത്തതിന് ശേഷം നമ്മുടെ തൈര്, സവാള പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി പച്ചടിയാണ്. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം മക്കളെ. അപ്പം എല്ലാവർക്കും നന്ദിയും അറിയിക്കുന്നു. എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന എല്ലാ എൻ്റെ മക്കൾക്കും നന്ദി അറിയിക്കുകയാണ് കേട്ടോ. വീണ്ടും ഇതേ രീതിയിൽ തന്നെ എല്ലാവരും കണ്ട് അമ്മയെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം. ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ചെയ്യണം. ഓളെന്ന ഓപ്ഷനൂടെ കൊടുക്കണം, എങ്കിലേ അമ്മ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ മക്കളെ. അപ്പം ഞാൻ ഇത് കൂട്ടിയാണ് എനിക്ക് തൈരൊന്നും കഴിക്കാൻ പറ്റില്ലെങ്കിലും ഇത് കൂട്ടിയാണ് ഞാൻ ചോറ് കഴിച്ചത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കണ്ടോ. ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ, അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.